ഹലോ. പറയാം. ശരി, ഞാൻ വിളിക്കാം. ഇങ്ങനെ ഒരാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചത് ആരായിരിക്കും? അദ്ദേഹത്തിന്റെ ഭാര്യയാകാനാണ് സാധ്യത. കുറച്ച് ഒരു മധ്യവയസ്കരുടെ ഫോൺ കോളുകളൊക്കെ അങ്ങനെയാണ്. ഇവർ വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചയം ചെയ്ത സമയത്തൊക്കെ മണിക്കൂർ കണക്കിന് സംസാരിച്ചവരാണ്. പ്രണയത്തിലും അങ്ങനെയാണ്. പ്രണയത്തിന്റെ ആദ്യ നാളുകളിൽ നീ പറ അല്ലെങ്കിൽ ഞാൻ പറയാ, വേറെന്താണ് പിന്നെന്താണെന്ന് പറഞ്ഞ് ഒന്നുമില്ലെങ്കിലും മണിക്കൂർ കണക്കിന് ഫോൺ സംസാരിച്ചവരാണ് പിന്നീട് ഈ 2 സെക്കൻഡിൽ ഫോൺ അവസാനിപ്പിക്കുന്നത്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ആ സന്തോഷ ഹോർമോണുകളായ ഡൊപ്പോമിൻ പോലുള്ള ഹോർമോണുകൾ അത് കുറയുന്നതാണ് ഈ പ്രണയം കുറയാനുള്ള കാരണം. പക്ഷെ വൈവാഹിക ജീവിതത്തിൽ അങ്ങനെ കുറയാൻ പാടില്ല. പിന്നീട് അത് ജീവിതം അഡ്ജസ്റ്റ്മെന്റ് ആവും. അതിന് ഒരു ഹണിമൂൺ എഫക്റ്റ് എന്ന ഒരു പുസ്തകം ബ്രൂസ് എച്ച് ലിപ്റ്റൺ എഴുതിയിട്ടുണ്ട്. ആദ്യ അവസാനം ഒരേപോലെ പ്രണയമുണ്ടാവുന്ന ഒരു തിയറിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ സ്വയം കണ്ടെത്തിയാൽ മാത്രമാണ് ആ പ്രണയം അവസാനം വരെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ പുറത്തേക്കുള്ള യാത്രകളും ചെറിയ ചെറിയ സമ്മാനങ്ങളും വീട്ടിൽ പരസ്പരം ഈ സംസാരിക്കലും ഒക്കെയാണ്. എന്നിരുന്നാലും ആ 2 മിനിറ്റിൽ ഫോൺ കട്ട് ചെയ്യുന്ന ഒരാളായി നമ്മൾ മാറാതിരിക്കാൻ നമ്മളും ബോധപൂർവമായ ചില പ്രണയത്തിന് ആവശ്യമായ ചില സംഗതികൾ കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാവരുടെയും ജീവിതം സന്തോഷത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.